ഈ വർഷത്തെ ഏറ്റവും പറട്ട പടം. മാസം നമ്മളോട് കോമാളിത്തരം നമ്മൾ കൊള്ളൂല, അത്ര മോശം പടമാണ്, കാണരുത് ബ്രോ. നിങ്ങൾക്ക് ലീവ് കിട്ടിയാൽ നിങ്ങളും പോയി കാണരുത്, അത്രയും മോശം പടമായിരുന്നു. എടാ കൊള്ളൂലടാ, വൻ വാദമായിട്ട് ഒരു അരോചക പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം പോരാ ഒട്ടും കൊള്ളൂല. ദുരന്തം പടം, അഫ്കോഴ്സ് ദുരന്തമാണ്. കൊള്ളൂല. ശങ്കറിനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഐക്കോണിക് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇമാര് കോമാളി പടം എടുത്ത് വെച്ചാൽ അതിന് ദേഷ്യം വരത്തില്ലേ? 3 മണിക്കൂർ വെറുതെ ഇരുന്നിട്ട് വന്നു. ഭയങ്കര മോശം. ശങ്കറൊക്കെ ഇങ്ങനെ ആയിപ്പോയത് നല്ല വിഷമമുണ്ട്. കളഞ്ഞിട്ട് പോയാണ് ശങ്കർ, പണിയൊക്കെ നിർത്തിയിട്ട് പോകാൻ. പാർട്ട് 3 ബ്രോ, പാർട്ട് 3 ശരിയാവും. പടത്തിലൊന്നുമില്ല, വെറും 3 മണിക്കൂർ വെറുതെ നമ്മൾ സമയം കളയാനും ഇല്ല. എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന രീതിക്ക് ഇല്ല. തേർഡ് പാർട്ടിൽ വല്ലതും കാണാം. നല്ല പടം. எல்லாருக்கும் அடுத்து பார்ட் 3 வருது, அதுவும் சூப்பரா இருக்கும். அது என்ன கதைன்னு கடைசியில் காமிச்சிருவாங்க. சூப்பர் கதை, சூப்பர், நல்லா இருக்கு படம். ஃபர்ஸ்ட் கிளாஸாக இருக்கு படம். ஃபர்ஸ்ட் சொல்கிறது செகண்ட் பார்ட் சூப்பராக இருக்கு படம். சுமார் பழைய ஃபர்ஸ்ட் பார்ட் போடுது இல்லை. கிளைமேக்ஸ் ஃபைட் பாருங்க, செம்மையாக இருக்கும். ஃபர்ஸ்ட் ஹாஃப் ஸ்டார்டிங்கில் ஸ்பீடாக தான் இருக்கும். கமலாக ஸ்டார்டிங்கிட்டு பயங்கரம். ക്ലൈമാക്സ് ഫൈറ്റ് വിഞ്ചിട്ട് ശരിക്കും വിടും. പാർട്ട് 3 വന്നാലേ പടം കാണാൻ പറ്റത്തുള്ളൂ. എങ്ങനെ കുഴപ്പമില്ല, ക്ലാസിക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ആവറേജ് ഒന്നുമില്ല ബ്രോ, കുഴപ്പമില്ല, കൊള്ളാം. പക്ഷേ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നുണ്ട് 2025. അതായിരിക്കും അടിപൊളി, കുറച്ചുകൂടെ ബെറ്റർ. സോ ഇതിൻ്റെ പഴയ ഫ്രീഡം ഫൈറ്റിംഗ് കഥയെല്ലാം അതിൽ വരും. 3 വന്നാലേ മനസ്സിലാവത്തുള്ളൂ, അതുവരെ മനസ്സിലാവില്ല. ലാസ്റ്റ് അരമണിക്കൂർ തിയേറ്റർ എക്സ്പീരിയൻസ് ആരും മിസ് ചെയ്യരുത്. ഗുഡ്. തേർഡിന് അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് സെക്കൻഡ് ചുമ്മാ പടം ഇറക്കിയ പോലെ ഇരിക്കുന്നു. നല്ല സർ, ഒട്ടും കൊള്ളത്തില്ല, മോശം പടം. പക്ഷേ നമ്മൾ ഈ അന്യലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു കറപ്ഷൻ നടക്കും, കൊലപാതകം, പിന്നെ സിവിക്സും ഹിസ്റ്ററിയും ക്ലാസ്സും എടുത്ത് ഇത് തന്നെ ഭയങ്കര മോശം പടം. 0 ടോളറൻസ് ആണ് പടം, പേരിൽ തന്നെ ഉണ്ട്. സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റാത്തൊരു മോശം പടം. പാർട്ട് എടുത്ത പോലെ അല്ല ഫസ്റ്റ് പാർട്ടിനെ പോലെ തന്നെ എടുത്ത് വെച്ചിരിക്കണം. പിന്നെ തേർഡ് പാർട്ട് എന്തായാലും കാണാൻ വരുമെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ല. പിന്നെ പാട്ട് ശങ്കർ ബ്രില്യൻസ് ആയിട്ട് എടുത്ത് പറയാൻ 2 സോങ്സ് ഉണ്ട്. തുടക്കം പടം എപ്പോഴും വരുന്ന ഒരു ശങ്കർ സിനിമ തന്നെ. പിന്നെ കമലഹാസന്റെ അഴിഞ്ഞാട്ടം രാവിലെ വന്നതിൻ്റെ ഒരു ഇതില്ല. സെക്കൻഡ് ഹാഫ് ഉണ്ട്, கொள்ளாயிரம் நல்ல அபிநயம். பார்க்கலாம், ஒன் டைம் பார்க்கலாம். அந்த அளவுக்கு நல்லா இல்லை, லேக் நிறைய இருக்குது. ஃபைட்டெல்லாம் சூப்பராக இருக்குது, ஃபைட்லாம் அடிக்கும். ശങ്കറിൻ്റെ പടമാണ്. പാർട്ട് 3ലാണ് ഇനി അടുത്ത് ഉള്ള എക്സ്പെക്ടേഷൻ ഇല്ല. പാർട്ട് 3 കൊള്ളാമോ? ഇനി പാർട്ടി 3 വെയിറ്റിംഗ് ആണ്. അത്ത വന്നിട്ട് ഓരോരോ മർമ്മം പിടി. പൂര നെഗറ്റീവ്. ഇന്ത്യൻ 3 ഓക്കെ ആയിരിക്കും, കുറച്ച് ലാസ്റ്റ് കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്, അത് കുറച്ച് ഗൂസ്ബംസ് തോന്നുന്നു. പക്ഷേ എല്ലാം ഈ ക്യാരക്ടറെ കൊണ്ട് ഇങ്ങനെ നശിപ്പിച്ചാൽ ശരിയാവൂല. കണ്ട മറന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല. നോക്കണ്ട, എന്നിരുന്നാലും കുഴപ്പമില്ല. ആവറേജ് ഒരു മൂവി എന്നേ പറയാൻ പറ്റും. ശങ്കറിൻ്റെ സ്ഥിരം ഫോർമുല. പാട്ടും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ഒരുപാടൊന്നും ഇല്ല. ഒന്നും വെച്ച അപേക്ഷിച്ച് എൻ്റെ പകുതി പോലും ഇല്ല. ശങ്കറിൻ്റെ സിനിമയുടെ പകുതി. ഗോ ബാക്ക് ഇന്ത്യൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പടത്തിനകത്ത് ട്വീറ്റിനകത്ത് സെയിം തന്നെ. അല്ല, ഇന്ത്യൻ കണ്ടു നമ്മൾ പിന്നെ കാണുമ്പം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേണിന്റെ സിനിമയായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ അന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതിറങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ സെയിം സിനിമാസ് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. கரெக்டாக எடுத்துருக்கு. ஊழல் இப்போ என்ன நடக்கும் அதை கரெக்டாக வந்து எடுக்காங்க. சங்கர் சார் சொன்ன மாதிரி மாறணும். மக்கள் அவங்க வேலையை கரெக்டாக பார்த்தாங்கன்னா எல்லாமே கரெக்டாக இருக்கும். சங்கர் சார் சொன்ன மாதிரி படம் கரெக்டாக இருக்குது, படம் சூப்பராக இருக்குது. നെക്സ്റ്റ് വെയിറ്റിംഗ് കോട്ട് തലപതി വിജയ് പടത്തേക്ക്. അതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. അത് മുഴുനീളം ഉണ്ടെങ്കിൽ തേർഡ് പാർട്ട് ബെറ്റർ ആയിരിക്കും. ഇത് വെറും ആവറേജ് ആയിപ്പോയി. ശങ്കറിന്റെ ഒരു മാനറിസംസ് ഈ പടത്തിലില്ല. ഫസ്റ്റിനെ നഷ്ടമാണ്, അതേ പറയാൻ പറ്റത്തുള്ളൂ. ബ്രില്യൻസ് ആയിട്ട് എടുത്ത് പറയുക ഒന്നുമില്ല. പിന്നെ നമ്മളെ മനോബാല, വിവേക്, നെടുമുടി അവരെയൊക്കെ സ്മരിക്കുന്നുണ്ട്. അവർ 3 പേരെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ആസം പോരാ, ക്യാരക്ടേഴ്സ് ഒന്നും പോരാ, ഭയങ്കര വീക്ക്. എന്നാൽ ഫസ്റ്റ് എടുത്ത അതേ പാർട്ടിൻ്റെ തന്നെ എടുത്ത് സെക്കൻഡ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഹൈലി ഡിസപ്പോയിൻമെൻറ്റാണ്. ഫസ്റ്റിൻ്റെ അത്ര വന്നില്ല, എന്നാലും പടം കൊള്ളാം, കാണാം, അത്യാവശ്യം കണ്ടിരിക്കാം. പിന്നെ 3യുടെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. ഇനി അതെന്തിനാണെന്ന് ഇനി ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഫുൾ അവറേജ് അനുഭവം. പക്ഷേ ഫസ്റ്റ് ഒരു ലെജൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും വന്ന് കാണുന്നത്. എന്നാലും കാണാൻ പറഞ്ഞവരല്ലേ പറയാം, അത് ചിന്തിച്ചിട്ട് ആരും വന്ന് കണ്ട ഇതാവൂല.